ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനുള്ളിൽ വരാൻ പോകുന്ന നറോട്ടോ ചാപ്റ്റർ 2ൻ്റെ ഭാഗമായിട്ട് കുറച്ച് വെപ്പൺസ് അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ എന്തായാലും നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹിഡൻ ലീഫ് വില്ലേജ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗെയിമിൻ്റെ കാര്യം. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ നമ്മുടെ സ്ക്വിഡ് ഗെയിം മിസ്റ്ററി ഷോപ്പൊക്കെ അതിനെ പറ്റിയിട്ടും ഇതിൻ്റെ ഡേറ്റും കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ പറ്റി നമുക്ക് എന്തായാലും സംസാരിക്കാം. അപ്പോൾ അതിനേക്കാൾ മുമ്പ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിൽ കിടക്കാം. ഇൻട്രോ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് അറിയിക്കുക. പുതിയൊരു ഇൻട്രോയാണ് നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ടൊരു മിസ്റ്റർ ഷോപ്പ് അല്ല ഒരു ഡിസ്കൗണ്ട് ഇവന്റ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ടോ? അതിന്റെ ഡേറ്റ് മുതൽ കൺഫേം ആയിട്ടുണ്ട്. 18-ാം തീയതി നമ്മുടെ ഗെയിമിലേക്ക് ഒരു മിസ്റ്റർ ഷോപ്പ് അല്ല ലക്കി വീൽ ഇവന്റ് വരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നല്ല ലക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 9 ഡയമണ്ട് തന്നെ എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതേപോലത്തെ മാസ്ക് ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഈ സ്ക്വിഡ് ഗെയിമിന്റെ ഭാഗമായിട്ട് ഒരു റിംഗ് ഇവന്റ് വരുന്നുണ്ട്. ഓക്കെ, ചുമന്ന ബണ്ണിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു റിംഗ് ഇവന്റ് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗ്ലൂ വാളിന്റെ സ്കിന്നും കൂടി വരാൻ പോകുന്നത്. ഓക്കെ, ഗ്ലൂ വാളിന്റെ സ്കിന്നും ഈ റിംഗ് ഇവന്റിൽ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു മിസ്റ്റർ ഷോപ്പിൽ എന്തായാലും ഗ്ലൂ വാളിന്റെ സ്കിൻ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഒരു ലീക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലത്തെ റിംഗ് ഇവന്റ് നമ്മുടെ ഗെയിമിന്റെ ഉള്ളിലേക്ക് 20-ാം തീയതി വരുന്നതായിരിക്കും. ഓക്കെ, 20-ാം തീയതി കൺഫേം ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 20-ാം തീയതി നമ്മുടെ ഗെയിമിന്റെ ഉള്ളിലേക്ക് ഒരു റിംഗ് ഇവന്റ് വരുന്നതായിരിക്കും. അതിന്റെ ഒപ്പം തന്നെ ഒരു ചുമന്ന ബണ്ണിൽ കാണാൻ പറ്റും. പിന്നെ ഒരു മാസ്കുകൾ കാണാൻ പറ്റും. ഓക്കെ, ഈ 2 മാസ്ക് ഉണ്ടാവില്ല, വേറെ മറ്റേ ത്രികോണ മാസ്ക്, സ്ക്വയർ മാസ്ക് ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഒരു ബാക്ക് പാക്കിന്റെ സ്കിൻ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് പാക്കിന്റെ ഒരു തീമുള്ള ഒരു സ്കിന്നും കൂടി ഉണ്ടാവുന്നതായിരിക്കും ഈ ഒരു റിംഗ് ഇവന്റിൽ. ഈ റിംഗ് ഇവന്റ് നമ്മുടെ ഗെയിമിന്റെ ഉള്ളിലേക്ക് 20-ാം തീയതി വരുന്നതായിരിക്കും. ഡേറ്റ് ഓർത്ത് വെച്ചാൽ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നറോട്ടോ ചാപ്റ്റർ 2ന്റെ ഭാഗമായിട്ട് കുറച്ച് ലീക്സ് ഒക്കെ ഇപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ട്. ഒക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗെയിമിന്റെ ഉള്ളിലേക്ക് ലോഡിംഗ് സ്ക്രീൻ ആയിട്ട് കാണാൻ പറ്റും. ഇതേപോലത്തെ ലോഡിംഗ് സ്ക്രീൻ ആയിരിക്കും നമ്മുടെ നറോട്ടോ ചാപ്റ്റർ 2 കളർഷൻ വരുമ്പോൾ. പിന്നെ നമുക്ക് ഇതേപോലത്തെ ലോഡിംഗ് സ്ക്രീനൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഗെയിമിലേക്ക് കയറുമ്പോൾ ലോഡിംഗ് സ്ക്രീൻ ആണ് ഇതായിട്ട് കാണാൻ പറ്റുക. പിന്നെ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് ഓപ്പൺ ആക്കുമ്പോൾ ലോബി കാണാൻ പറ്റില്ല. നമ്മുടെ ഗെയിമിലെ ലോബി ഇതേപോലത്തെ ഒരു തീമിലേക്കും ചെയ്ത് വെച്ചിട്ടുണ്ടാകും നമ്മുടെ ഗരീനക്കാർ. ഒരു നറോട്ടോ ചാപ്റ്റർ 2ന്റെ കൊളാബറേഷനിൽ വരാൻ പോകുന്ന ഒരു ലോബിയുടെ സ്കിന്നാണ്. അപ്പോൾ കുറച്ച് വെപ്പൺസ് ഒക്കെ ഇവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രോൾ എന്ന് പറഞ്ഞിട്ട് വെപ്പൺസ് കാണാൻ പറ്റും. നമുക്ക് ഒരു ബ്ലാക്ക് ടീമിൽ ഈ ബ്ലാക്ക് ടീം നമ്മുടെ എനിമിയുടെ അടുത്തേക്ക് നമ്മൾ വിടുകയാണെങ്കിൽ എനിമിക്ക് ഡാമേജ് എടുക്കുന്നതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ എനിമിയുടെ ഗ്ലൂ വാളൊക്കെ ഇടണ്ടെങ്കിൽ ഗ്ലൂ വാളൊക്കെ ഉടയുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു വെപ്പൺസിന്റെ പവർ. ഡെഫ്ലെറ്റ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു വെപ്പൺ കാണാൻ പറ്റും നമുക്ക് ഗെയിമിനുള്ളിലേക്ക്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ എനിമി പോലെ ബാക്കിൽ നിന്നൊക്കെ അടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്ക്രോളിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് റിവ്യൂ അടിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പവർ. പിന്നെ നമുക്ക് എനിമിൻ്റെ അകത്ത് കിടക്കുകയാണെങ്കിൽ എനിമിക്ക് ഡാമേജ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് വിൻറ്റേജ് ഫ്രോം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ പറ്റും നമ്മുടെ ഒരു പറവയുടെ തീമിലൊക്കെ. ഈ പറവയുടെ തീമിൽ നമുക്ക് ഈ പറവേനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ഈ പറവയായിട്ട് നമുക്ക് ഇങ്ങനെ പറന്നിറക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഒരു കിട്ടിയ റൂമേഴ്സ്. ഒക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എനിമിയുടെ അടുത്തേക്ക് പോയിട്ട് ഇതിനെ പൊട്ടിക്കാൻ പറ്റുന്നതായിരിക്കും. ഒക്കെ, എനിമിക്ക് ഡാമേജ് കിട്ടുന്നതായിരിക്കും ഈ ഒരു പറവയുടെ ടീമിൽ. അപ്പോൾ നമ്മുടെ പറവേനെ എനിമീസ് ഫയർ ചെയ്ത് പൊട്ടിക്കുകയാണെങ്കിൽ നമ്മൾ പഴയ തിരിച്ചിട്ട് അതേ സ്ഥലത്തേക്ക് തന്നെ പോകുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പവർ എന്നാണ് ഇപ്പോൾ ലീക്സ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ബോംബാണ്. ഓക്കെ, ഷാർക്ക് ബോംബൊക്കെ നമ്മുടെ ഈ ഒരു ഷാർക്കിൻ്റെ ടീമിലൊരു ബോംബാണ്. നമ്മൾ ഇത് എനിമിയുടെ അടുത്തേക്ക് ഉന്നം വെച്ചിട്ട് എറിയുകയാണെങ്കിൽ അവിടെ ഒരു ബോംബ് കിട്ടുന്നതായിരിക്കും ഷാർക്കിൻ്റെ ടീമിൽ. ഷാർക്ക് എനിമീനെ അറ്റാക്കും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പവർ, ഈ ഒരു വെപ്പൻ്റെ പവർ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഗെയിമിനുള്ളിലേക്ക് അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് ബോംബസ് വരുന്നുണ്ട്. നമ്മുടെ പേപ്പർ ബോംബ് എന്ന് പറഞ്ഞിട്ടൊരു ബോംബസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എനിമി നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ എറിയുകയാണെങ്കിൽ അവിടെ കുറച്ച് ഇങ്ങനെ കുറച്ചേസം ഇങ്ങനെ ബോംബ് കിട്ടുന്നതായിരിക്കും. ഇപ്പം എനിമിക്ക് കുറച്ച് ഡാമേജ് ഒക്കെ കയറുന്നതായിരിക്കും. ഒക്കെ, ഇതാണ് ഈ ഒരു പേപ്പർ ബോംബിന്റെ പ്രത്യേകത. പിന്നെ ഒരു വെപ്പൺസും കൂടി വരുന്നുണ്ട്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് കൺട്രോൾ ചെയ്തിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് എനിമിയുള്ള സ്ഥലമൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. എനിമിന്നൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കുന്നൊക്കെയാണ് ലീക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ എന്തായാലും ഒരു ചെറിയൊരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ജിറ്റ്സുവിന്റെ. നെക്സ്റ്റ് ആയിട്ട് കുറച്ച് ബണ്ടിൽസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഒക്കെ, നമുക്ക് ഒരു വെള്ളത്തിന് ഒരു ബണ്ടിൽ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഒരു ബാന്ദ്ര ബണ്ടിലൊക്കെ നമ്മുടെ ഒരു ബാന്ദ്ര ബണ്ടിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഒബിറ്റോ ബണ്ടിൽ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ സെൻട്രലായിട്ട് നമ്മുടെ ഇറ്റാച്ച് ബണ്ടിലൊക്കെ നമ്മുടെ മെയിൻ ബണ്ടിലായി നമ്മുടെ ഇറ്റാച്ച് ചിഹ ബണ്ടിലാണ് കാണാൻ പറ്റുക. ഓക്കെ, ഇതാണ് നമ്മുടെ ടോക്കൺ ടവർ ഇവന്റ് വഴിയായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് വരാനാണ് ഇപ്പോൾ കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ കാണാൻ പറ്റും വേറെ കുറച്ച് ബണ്ടിൽസ് ഒക്കെ ഒരു അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒറാച്ചിമാറോ ബണ്ടിലൊക്കെ നമ്മുടെ ഈ ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ലീക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ, എന്തായാലും തള്ളി കളയാൻ പറയാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഈ ഏതെങ്കിലും ഒരു ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടണമല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒറാച്ചിമാർ ബണ്ടിൽ തന്നെ ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. പിന്നെ നമ്മുടെ മിനാറ്റോ ബണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ ഒരു ബണ്ടിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെയ്ഡ് ഇവന്റ് വഴിക്ക് വരുന്നതായിരിക്കും. നമ്മൾ അടിപൊളി ബണ്ടിലാണ് നമ്മുടെ നറോട്ടോയുടെ ഫാദറായ മിനാറ്റോ ബണ്ടിലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അഡ്വാൻസ് സെർവർ ഓപ്പൺ ആക്കി കാണാൻ പറ്റിയ കുറച്ച് സാധനങ്ങളാണ്. നമ്മുടെ ഒരു ബാക്ക് പാക്കിന്റെ സ്കിന്ന് കാണാൻ പറ്റും നമ്മുടെ നറോട്ടോ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട്. പിന്നെ ഒരു ലൂട്ട് ബോക്സ് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ആക്ഷൻസ് നമ്മൾ ഇമോട്ടൊക്കെ കുറച്ച് അനിമേഷൻ കാണാൻ പറ്റും. നമ്മുടെ വെപ്പൺസ് കാണാൻ പറ്റും. ഒക്കെ, നമ്മുടെ ഈ നറോട്ടോ ചാപ്റ്ററിൽ വരാൻ പോകുന്ന കുറച്ച് വെപ്പൺസിന്റെ സ്കിന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മിനാറ്റോയുടെ ബണ്ടിൽ കാണാൻ പറ്റും. പിന്നെ മിനാറ്റോയുടെ ബണ്ടിൽ വരാൻ പോകുന്ന കുറച്ച് ഇവന്റ്സിന്റെ പേജിന്റെ കുറച്ച് ലീക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒക്കെ, നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഇമേജൻസ്. പിന്നെ നമ്മുടെ ഇറ്റാച്ചി ബണ്ടിലിന്റെ കുറച്ച് ഇമേജൻസ് ഒക്കെ കാണാൻ പറ്റും. ഇറ്റാച്ചി ബണ്ടിൽ വരുമ്പോൾ
ടോക്കൺസ് നമ്മുടെ ഒറാച്ചിമാറിനെ കാണാൻ പറ്റിയ ഒരു തീമിൽ. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ബാനേഴ്സ് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ ഗെയിം ഫയലിലേക്ക് വരുന്നുണ്ട്, ആഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാനേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കി നോക്ക്. പിന്നെ ഇറ്റാച്ചി തീമിൽ കുറച്ച് സംഭവങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും കാണാൻ പറ്റും. നമ്മുടെ ആർസണലിന്റെ ചിത്രമൊക്കെ ഇതേപോലെ ആയിരിക്കും കാണാൻ പറ്റും. നമ്മുടെ ആർസണലിന്റെ പുറത്തൊക്കെ നമ്മുടെ ഒരു പതിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഇറ്റാച്ചി തീമിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നറോട്ടോയുടെ ഭാഗമായിട്ട് ഇതേപോലത്തെ ഒരു ആർസണലായിരിക്കും നമുക്ക് ഈ ഒരു ഇവന്റ് ഒക്കെ വരുമ്പോൾ കാണാൻ പറ്റും, നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ കാണാൻ പറ്റുക. മെയിൻ ടോപ്പിക്കായി നമ്മുടെ ഹിഡൻ ലീഫ് വില്ലേജ് നമ്മുടെ ഗെയിമിലേക്ക് ഫയലിലേക്ക് അവർ വീണ്ടും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ചിത്രം കാണാൻ പറ്റും. പിന്നെ എൻ്റെ വീഡിയോ ക്ലിപ്പ് പോലും കിട്ടിയിട്ടുണ്ടാക്കുന്ന കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലത്തുള്ള ഹിഡൻ ലീഫ് വില്ലേജ് അല്ല, കാരണം പൂർണ്ണമായിട്ട് നശിച്ച രീതിയിലായിരിക്കും ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ഇറ്റാച്ചി ബണ്ടിലൊക്കെ വരുന്നില്ല, അപ്പം അതിൻ്റെ ഒരു തീമിൽ ഇപ്പോൾ ഫയർ ചെയ്തിട്ട് നശിച്ച തീമിലായിരിക്കും നമ്മുടെ ഒരു ഹിഡൻ ലീഫ് വില്ലേജ് കാണാൻ പറ്റുക. അപ്പോൾ മരങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ആകെ പൊടി പടലൊക്കെ ആയിട്ട് എന്തോ ഫയർ ചെയ്തിട്ട് നശിച്ച പോലെയാണ് ഇപ്പോൾ തീമിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസൈനൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി നോക്കുക. ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഫയലിലേക്ക് ഗെയിമിലേക്ക് ഒരു ഭാഗമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗെയിമിലേക്ക് ഏത് ഭാഗത്താണ് വരാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ റിംന വില്ലേജിന്റെ ഭാഗത്താണ് ഇത് കൊണ്ടുവരാൻ പോകുന്നതൊക്കെ അവർ. അപ്പോൾ മേലെ കാണാൻ പറ്റും നമുക്കൊരു മൂണിനെ കാണാൻ പറ്റും, ചന്ദ്രനെ കാണാൻ പറ്റും, നമ്മുടെ മണ്ണ് കൊണ്ടുള്ള ഒരു ചന്ദ്രനെ. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ലേറ്റസ്റ്റ് കിട്ടുന്ന അപ്ഡേറ്റ് ഒക്കെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വരാൻ പോകുന്ന കുറച്ച് മാറ്റങ്ങൾ. നറോട്ടോ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഇതേപോലത്തെ ഒരു ഏരിയ ഒക്കെ വരുന്നുണ്ട്, നമുക്ക് ഹിഡൻ ലീഫ് വില്ലേജ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിന്റെ റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കി നോക്കുക. നമ്മൾ വീടൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പുറത്തേക്കായിട്ട് കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ നറോട്ടോ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഇവന്റ്സ് ഒക്കെ ആരും വെയിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തായിരിക്കും. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. നമ്മൾ നറോട്ടോയുടെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്യുക. എന്തായാലും പണ്ടത്തെ റിംന വില്ലേജ് അല്ല, ഹിഡൻ ലീഫ് വില്ലേജ് തന്നെയാണ്. കുറച്ച് ചേഞ്ച് ആക്കി അവർ വീണ്ടും കൊണ്ടുതന്നെയാണ് നമ്മുടെ ഗെയിം ഫയലിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മാപ്പ് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക്. ഒരു ഇതേപോലത്തെ ഒരു മാപ്പായിരിക്കും വരാൻ പോകുന്നത്. മാപ്പിൽ കാണാൻ പറ്റിയ സ്ഥലം കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നറോട്ടോ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന കുറച്ച് മാറ്റങ്ങളും പിന്നെ അപ്ഡേറ്റ്സ് ഒക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ആയിരുന്നു കമന്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കൂടാൻ തന്നെ കാണാം. ഓക്കെ, ബൈ.